ലേശം ഉളുപ്പുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്നാണ് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത്. അതായത് ഇന്നലെ ഇൻസ്റ്റാ പേജിൽ രാഹുൽ ഗാന്ധിയുടെ ഇൻസ്റ്റാ പേജ് കുറച്ച് സമയത്തേക്ക് ഫ്രീസ് ചെയ്തു. അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഫോട്ടോസ് കുറച്ച് സമയത്തേക്ക് നീക്കം ചെയ്തു. ദളപതിയും രാഹുൽ ഗാന്ധിയും ഒന്നിച്ചിരിക്കുന്ന സെൽഫി എടുക്കുന്ന അല്ലെങ്കിൽ അവർ കുശലം പറയുന്ന ആ ഫോട്ടോസും വീഡിയോസുമാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ അക്കൗണ്ടിൽ നിന്നും കുറച്ച് സമയത്തേക്ക് നീക്കം ചെയ്തത് അല്ലെങ്കിൽ ഫ്രീസ് ചെയ്തത്. ഇതിന് പുറകിൽ കേന്ദ്ര സർക്കാരാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ IT മന്ത്രാലയം പറയുന്നത് ഇതിന് പുറകിൽ കേന്ദ്ര സർക്കാർ ഒന്നുമല്ല, ആ കുറച്ച് സമയത്തേക്ക് അത് സ്വാഭാവികമായി സംഭവിച്ചതെന്നാണ് IT മന്ത്രാലയം പറയുന്നത്. എന്തായാലും സത്യം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്തായാലും കോൺഗ്രസും TVKയും തമിഴ്നാട്ടിൽ ഒന്നിച്ചു ചേർന്നാൽ അത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയൊരു മുതൽക്കൂട്ടാകാൻ സാധ്യതയുണ്ട്. കാരണം TVKയുടെ വോട്ടർമാർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജെൻസി പിള്ളേരാണ്, അല്ലെങ്കിൽ യുവാക്കളാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു TVKയുടെ മുൻതൂക്കം കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തവണ കോൺഗ്രസ് TVKയെ പിന്തുണക്കാനുള്ള കാരണം. 2026 കോൺഗ്രസ് എടുത്ത ഈ ഒരു തീരുമാനം ഏറ്റവും ഉചിതമായ തീരുമാനം തന്നെയാണെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. അതുപോലെ തന്നെ TVK നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് രാഷ്ട്രീയത്തിലുള്ള പരിചയക്കുറവ് തന്നെയാണ്. അതോടൊപ്പം തന്നെ TVKയുടെ കൂടെയുള്ള ഘടക കക്ഷികൾ എല്ലാവരും DMKയുടെ കൂടെ പ്രവർത്തിച്ച അല്ലെങ്കിൽ അവരുടെ ഘടകകക്ഷികളായിരുന്നു ഇതിനു മുൻപ് എന്നുള്ള ഒരു ഭയവും TVKക്കുണ്ട്. ഏതായാലും തമിഴ്നാട്ടിൽ ഇനി ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു വലിയ ദളപതി നയിക്കുന്ന ഒരു രാഷ്ട്രീയം എങ്ങനെ ഉണ്ടാവുമെന്ന കാത്തിരിപ്പിലാണ് എല്ലാവരും.